ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. IPL 2025 താരലേലം നടക്കാൻ പോവുകയാണ്. ഇന്ന് വൈകുന്നേരം കൃത്യം 3 മണിക്ക് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വെച്ചിട്ടാണ് ഈ താരലേലം നടക്കുന്നത്. ഇന്ന് വൈകുന്നേരം, അതായത് 24-ാം തീയതി വൈകുന്നേരവും അതുപോലെ തന്നെ 25-ാം തീയതി വൈകുന്നേരവും 2 ദിവസമായിട്ടാണ് ഈ താരലേലം നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ 25-ാം തീയതി രാത്രിയാകുമ്പോഴേക്കും എല്ലാ ടീമുകളിലും ഏതൊക്കെ താരങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയിലാണ് ആരാധകർ. കാരണം നമുക്കറിയാം, ഇന്ത്യയിലെ എല്ലാ ഫ്രാഞ്ചൈസികൾക്കും അല്ലെങ്കിൽ എല്ലാ ടീമുകൾക്കും ഒരുപാട് ആരാധകരുണ്ട്. അവരെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മുഹൂർത്തമാണ് വരാൻ പോകുന്നത്. ഈ 2 ദിവസം കൊണ്ട് തങ്ങളുടെ ടീമിൽ ഏതൊക്കെ പുതുമുഖ താരങ്ങളായിരിക്കും വരാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന പല താരങ്ങളെയും റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ എത്ര ഒരു ശക്തിയുള്ള ഒരു ടീമിനെ ആയിരിക്കും തങ്ങളുടെ ഈ ഓപ്ഷനിലുള്ള ആളുകൾ വിളിച്ചെടുക്കാൻ പോകുന്നത് എന്നുള്ളതിനൊക്കെ പറ്റിയുള്ള വലിയ ആകാംക്ഷയായിരിക്കും നാളെ നിറഞ്ഞു നിൽക്കാൻ പോകുന്നത് എന്നായിരിക്കും. അതുപോലെ തന്നെ ഈ ഓപ്ഷൻ ടേബിളിൽ ഒരു കടുത്ത മത്സരം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ ഈ പ്രധാനപ്പെട്ട കുറച്ച് താരങ്ങൾ, അതായത് ഇന്ത്യയുടെയും അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾക്കൊക്കെ വേണ്ടി കളിക്കുന്ന പ്രധാനപ്പെട്ട ഈ മാർക്യൂ താരങ്ങൾ എന്ന് പറയുന്ന താരങ്ങളുണ്ട്. അതിൽ കുറച്ച് പേരും അല്ലാത്ത കുറച്ച് പേരെ എടുത്തിട്ട് അവരൊക്കെ ഇപ്പോഴുള്ള ഫ്രാഞ്ചൈസി ഏതാണ്, അവർ ഇനി വേറെ ഏതൊക്കെ ഫ്രാഞ്ചൈസിയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് എന്നൊക്കെ ഒന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. അതൊരു പ്രവചനം മാത്രമാണ്, ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കും ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ മനസ്സിലുള്ള ഒരു പ്രഡിക്ഷൻസ്, അതായത് ഏതൊക്കെ താരം ഏതൊക്കെ ടീമിലേക്ക് പോകും എന്നുള്ളത്. കാരണം നമുക്ക് നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കുമല്ലോ, നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് എന്ന് അറിയാനായിട്ട് സാധിക്കുമല്ലോ. പ്രധാനപ്പെട്ട ഈ മാർക്യൂ താരങ്ങളെ കൂടാതെ ഞാൻ ഒരു 3-4 താരങ്ങളെ കൂടെ എടുത്തിട്ടുണ്ട്. കാരണം ഒഴിച്ചുകൂടാനാവാത്തവരായതുകൊണ്ടാണ് അവരെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ തുടങ്ങുന്നത് തന്നെ ഋഷഭ് പന്ത് എന്ന് പറയുന്ന താരത്തിൽ നിന്നാണ്. നമുക്കറിയാം, ഋഷഭ് പന്ത് എന്ന് പറയുന്നത് ഈ ഒരു മെഗാ ഓപ്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു ഹോട്ട് കേക്ക് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഋഷഭ് പന്ത് കളിച്ചിരുന്നത് ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടിയിട്ടാണ്. 2016 മുതൽ അവരുടെ ഒരു സ്ഥിര സാന്നിധ്യമാണ്. കഴിഞ്ഞ വർഷം അവരെ ഈ IPL ലീഡ് ചെയ്തൊരു താരം കൂടിയാണ് ഋഷഭ് പന്ത് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. പക്ഷേ ഈ വർഷം അവരെ ഋഷഭ് പന്തിനെ നിലനിർത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു ഓപ്ഷനിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഓപ്ഷനിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് വീണ്ടും വേണമെങ്കിൽ ഒരു RTM ഉപയോഗിച്ച് സ്വന്തമാക്കാനായിട്ട് ഡൽഹി ക്യാപിറ്റൽസിന് സാധിക്കുകയും ചെയ്യും. പക്ഷെ അത് ഡൽഹി ക്യാപിറ്റൽസ് ചെയ്യുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ നിലനിർത്താനായിട്ട് യാതൊരു സാധ്യതയും ഇല്ലേ എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് ഞാൻ അഭിപ്രായം തേടുന്നത്. ഏതായാലും എൻ്റെ അഭിപ്രായം ഋഷഭ് പന്തിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഡൽഹി ക്യാപിറ്റൽസിൽ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ഡെഫിനറ്റ് ആയിട്ടും മറ്റൊരു ഫ്രാഞ്ചൈസിയിലേക്ക് ആയിരിക്കും പോകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേണമെങ്കിൽ അവർക്ക് RTM ഉപയോഗിച്ച് സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞു. കാരണം 2 RTM ഉപയോഗിക്കാനുള്ള സാധ്യത ഡൽഹി ക്യാപിറ്റൽസിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അവരത് ഋഷഭ് പന്തിന് വേണ്ടി ഉപയോഗിക്കില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മേ ബി ഒരു 25 കോടിക്ക് വരെ പോകാനായിട്ട് സാധ്യതയുള്ള ഒരു താരമാണ് ഋഷഭ് പന്ത് എന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പോകാനുള്ള സാധ്യതയുള്ള ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു ടീം എന്ന് പറയുന്നത് പഞ്ചാബ് കിങ്സ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ രേഖപ്പെടുത്താവുന്നതാണ്. ഇനി രണ്ടാമത്തെ ഒരു പ്രമുഖ താരം എന്ന് പറയുന്നത് ശ്രേയസ് അയ്യരാണ്. കറണ്ട് ഈ IPL ചാമ്പ്യനാണ് ശ്രേയസ് അയ്യർ. അതായത് കഴിഞ്ഞ വർഷം ജയിച്ച KKR ടീമിന്റെ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്ന ആളാണ് ശ്രേയസ് അയ്യർ. അദ്ദേഹം അവിടെ വിട്ടിട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അതായത് അദ്ദേഹത്തിനെ അവർ റീറ്റെയിൻ ചെയ്തിട്ടില്ല. ശ്രേയസ് അയ്യറിന്റെ കാര്യം വരുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും, KKRന് RTM ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം അവർ ഓൾറെഡി 5 ക്യാപ്റ്റ് താരങ്ങളെ നിലനിർത്തിയിരിക്കുന്നതുകൊണ്ട് അവർക്കിനി RTM എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ KKRന് ഇനി നിലനിർത്തണമെങ്കിൽ അല്ലെങ്കിൽ ആ ടീമിലേക്ക് ശ്രേയസ് അയ്യരെ കൊണ്ടുവരണമെങ്കിൽ ഓപ്ഷനിൽ പോയി ഫുള്ളായിട്ട് വിളിച്ചെടുക്കണം എന്നുള്ളതാണ്. മറ്റുള്ളവരുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് തന്നെ അദ്ദേഹത്തിന് വിളിച്ചെടുക്കേണ്ടി വരും. പക്ഷേ എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ശ്രേയസ് അയ്യർ KKRലേക്ക് പോകാനുള്ള സാധ്യത വിരളമാണ് എന്നുള്ളതാണ്. അദ്ദേഹം പോകാൻ സാധ്യതയുള്ള ഒരു ടീമായിട്ട് ഞാൻ കാണുന്നത്, പ്രധാനപ്പെട്ട ഒരു ടീമായിട്ട് ഞാൻ കാണുന്നത് ഡൽഹി ക്യാപിറ്റൽസ് ആണ്. ഡൽഹി ക്യാപിറ്റൽസ് ഋഷഭ് പന്തിന് പകരം ശ്രേയസ് അയ്യരെ കൊണ്ടുവരുവാനുള്ള എല്ലാ സാധ്യതയും എൻ്റെ ഒരു പ്രഡിക്ഷൻ മാത്രമാണിത്. ഇനി അടുത്തൊരു താരത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അത് KL രാഹുലാണ്. KL രാഹുൽ ഒരു പ്രധാനപ്പെട്ട താരമാണ്. ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യക്ക് വേണ്ടി ഇപ്പോൾ പെർത്തിലൊരു നല്ല പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹവും ലക്നൗ സൂപ്പർ ജയൻസിന്റെ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്ന താരമാണെന്ന് നമുക്കറിയാം. പക്ഷേ കഴിഞ്ഞ വർഷത്തെ കുറേ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം ആ ഫ്രാഞ്ചൈസി വിട്ട് പുറത്തു വന്നിരിക്കുകയാണ്, ഓപ്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. ആ ഓപ്ഷനിൽ അദ്ദേഹത്തിനെ ആരായിരിക്കും സ്വന്തമാക്കാൻ പോകുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഇതിൽ കുറിക്കാവുന്നതാണ്. LSGക്ക് വേണമെങ്കിൽ KL രാഹുലിനെ തങ്ങളുടെ ടീമിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. കാരണം അവർക്ക് ഒരു RTM ക്യാപ്റ്റ് താരത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതുകൊണ്ട് വേണമെങ്കിൽ അവർക്ക് കൊണ്ടുവരാം. പക്ഷെ അവരത് ശ്രമിക്കില്ല എന്നുള്ളതാണ് എൻ്റെ പ്രവചനം. മറ്റൊരു ടീമിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഏറ്റവും കൂടുതൽ സാധ്യത ഞാൻ കാണുന്നത് RCBയിലേക്കാണ്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിലേക്ക് പോകാനായിട്ട്, ഒരു ക്യാപ്റ്റനായിട്ട് അദ്ദേഹത്തിനെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ജന്മസ്ഥലമാണ് ബാംഗ്ലൂർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ ഒരു ഫ്രാഞ്ചൈസിയിലേക്ക് പോകാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. അവിടേക്ക് പോകാനാണ് സാധ്യത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
വിശ്വസിക്കുന്നത്. മറ്റൊരാൾ എന്ന് പറയുന്നത് മുഹമ്മദ് ഷമിയാണ്. മുഹമ്മദ് ഷമി ഒരു വലിയ ഇഞ്ചുറി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം ഈ പറയുന്ന സയ്യിദ് മുസ്താഖ് അലിയിലും അതുപോലെ രഞ്ജി ട്രോഫിയിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. GTയുടെ താരമായിരുന്നു അദ്ദേഹം. GTക്ക് വേണമെങ്കിൽ ഒരു RTM ഉപയോഗിച്ച് തിരിച്ചു നിലനിർത്താനായിട്ട് സാധിക്കും. ഒരു RTM GTക്ക് ബാക്കിയുണ്ട് എന്നുള്ളതാണ്. അത് ആർക്ക് വേണ്ടിയായിരിക്കും GT ഉപയോഗിക്കാൻ പോകുന്നത് RTM എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് GT മുഹമ്മദ് ഷമിക്ക് വേണ്ടി ആ RTM ഉപയോഗിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡൗട്ട് ഉള്ളത് അദ്ദേഹത്തിന് ഇഞ്ചുറി പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നിലനിർത്താനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഷമിയുടെ കാര്യത്തിൽ ഏത് ടീമിലേക്കാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങളുടെ കമൻറ്റ് ഇതിൻ്റെ താഴെ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു താരം, പ്രധാനപ്പെട്ട ഒരു താരം എന്ന് പറയുന്നത് മുഹമ്മദ് സിറാജാണ്. മുഹമ്മദ് സിറാജ് RCBയുടെ താരമായിരുന്നു. RCBയിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത്. RCBക്ക് അദ്ദേഹത്തിനെ ഇനി നിലനിർത്തണമെങ്കിൽ വേണമെങ്കിൽ RTM ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കാരണം RTM 3 ക്യാപ്ഡ് താരങ്ങൾക്ക് വേണ്ടി 3 RTM അവർക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കാരണം അവർ വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ രജത് പട്ടിദാറിനെയും മാത്രമാണ് ക്യാപ്ഡ് താരങ്ങളെ നിലനിർത്തിയിരിക്കുന്നത്. അപ്പോൾ 3 RTM അവർക്ക് അവിടെ ഉപയോഗിക്കാൻ സാധിക്കും. മുഹമ്മദ് സിറാജിനെ എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് എന്ന് പറയുന്നത് അവർ നിലനിർത്താൻ തന്നെയാണ് സാധ്യത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർ RCB തന്നെ അദ്ദേഹത്തിനെ നിലനിർത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി അർഷദീപ് സിംഗ് ആണ്. അർഷദീപ് നമുക്കറിയാം പഞ്ചാബ് കിങ്സിന്റെ താരമാണ്. പഞ്ചാബ് കിങ്സിന് വേണമെങ്കിൽ RTMലൂടെ അർഷദീപിനെ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ഇന്ത്യയിൽ ഇപ്പോൾ ജസ്പ്രീത് ബുംറ കഴിഞ്ഞാൽ T20 ഫോർമാറ്റിലെ ഏറ്റവും നല്ല ബോളറായിട്ടാണ് അർഷദീപിനെ കാണുന്നത്. അപ്പോൾ അർഷദീപിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ അവർക്ക് 4 RTM ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് BBKSന്, അതായത് പഞ്ചാബ് കിങ്സിന്. 4 പേർക്ക് 4 ക്യാപ്ഡ് താരങ്ങൾ. കാരണം അവർ ഒറ്റ ക്യാപ്ഡ് താരങ്ങളെ നിലനിർത്തിയിട്ടില്ല, 2 അൺക്യാപ്ഡ് താരങ്ങളെയാണ് നിലനിർത്തിയിരിക്കുന്നത്. അപ്പോൾ RTM 4 ക്യാപ്ഡ് താരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് 100% അവർ അദ്ദേഹത്തിന് വേണ്ടി RTM ഉപയോഗിക്കുമെന്ന് ഞാൻ ഉറപ്പായിട്ട് പറയുകയാണ്. നിങ്ങളുടെ പ്രവചനങ്ങൾ താഴെ നിങ്ങൾക്ക് കുറിക്കാവുന്നതാണ്. ഇനി മറ്റൊരു താരം എന്ന് പറയുന്നത് UC ചഹലാണ്. രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയാണ് കഴിഞ്ഞ വർഷം UC ചഹൽ കളിച്ചതെന്ന് നമുക്കറിയാം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ വർഷം RRൽ അദ്ദേഹത്തിന് RTM ഉപയോഗിച്ച് തിരിച്ചു വരാനായിട്ട് സാധിക്കില്ല. കാരണം RRന് RTM ഇല്ല എന്നുള്ളതാണ്. കാരണം ഓൾറെഡി അവർ 5 ക്യാപ്ഡ് താരങ്ങളെ നിലനിർത്തിയിരിക്കുന്നതുകൊണ്ട് ഇനി അവർക്കൊരു RTM ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ UC ചഹലിന് വേണ്ടിയിട്ട് ഒരു ബിഡിംഗ് വാർ തന്നെ ഉണ്ടാവും. കാരണം ഇന്ത്യയിലുള്ള ഏറ്റവും നല്ല ഈ ഓപ്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പിന്നർമാരിൽ ഇന്ത്യൻ സ്പിന്നർമാരിലെ ഏറ്റവും മികച്ച ഒരു ബോളർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ബിഡിംഗ് വാർ തന്നെ ഉണ്ടാവും. അത് ഏത് ടീമിലേക്ക് പോകുമെന്ന് പറയാനായിട്ട് എനിക്ക് കഴിയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ടീമുകളും തമ്മിലുള്ള ഒരു ബിഡിംഗ് വാർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. RTM ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് വളരെ രസകരമായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഫോറിൻ താരങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ആദ്യത്തെ പേരെന്ന് പറയുന്നത് ജോസ് ബട്ട്ലറാണ്. ജോസ് ബട്ട്ലർ നമുക്കറിയാം ഒരു ഇംഗ്ലീഷ് താരമാണ്. RRലാണ് കളിച്ചിരുന്നത്. അദ്ദേഹം ഒരു ക്യാപ്ഡ് താരമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിലനിർത്താനായിട്ട് RRന് സാധിക്കില്ല. അവിടെ RTM ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. ജോസ് ബട്ട്ലറും ഞാൻ ഈ UC ചഹലിന്റെ കഥ പറഞ്ഞതുപോലെ തന്നെ വലിയ തുകയ്ക്ക് വിറ്റുപോകാനുള്ള സാധ്യതയുള്ള ഒരു താരമാണ് ജോസ് ബട്ട്ലർ. അതും എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഏത് ടീമിലേക്ക്. കുറേ ടീമുകൾ തമ്മിൽ ബിഡിംഗ് വാർ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള ഒരു താരമാണ് ജോസ് ബട്ട്ലർ എന്ന് മാത്രമാണ് പറയുന്നത്. നിങ്ങളുടെ ഒരു അഭിപ്രായം ഇതിന്റെ താഴെ കുറിക്കുക എന്നുള്ളതാണ്. മറ്റൊരാളെന്ന് പറയുന്നത് റബാദയാണ്. കഗീസോ റബാദ എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കൻ ഫാസ്റ്റ് ബോളറാണ്. ഈ സൗത്ത് ആഫ്രിക്കൻ ഫാസ്റ്റ് ബോളർ കഴിഞ്ഞ വർഷം അദ്ദേഹം പഞ്ചാബിലാണ് ഉണ്ടായിരുന്നത്. പഞ്ചാബിൽ നമ്മൾ പറഞ്ഞു 4 RTM അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം അർഷദീപിന് വേണ്ടി ഒരു RTM ഉപയോഗിക്കുന്നതിന് ഉറപ്പായിട്ട് പറഞ്ഞു. റബാദയ്ക്ക് വേണ്ടിയും അവർ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ചാൻസ് കുറവാണ്. കാര്യം എന്ന് വെച്ചാൽ പലരും റബാദയ്ക്ക് വേണ്ടി ശ്രമിക്കുമെന്നുള്ളതുകൊണ്ട് പലർക്കും ഒരു ഫോറിൻ ഫാസ്റ്റ് ബോളറിനെ, നല്ല ഫാസ്റ്റ് ബോളറിനെ ആവശ്യമുള്ളതുകൊണ്ട് പലരും ശ്രമിക്കുമെന്നുള്ളതുകൊണ്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ RTM ഉപയോഗിച്ച് നല്ല വിലയ്ക്ക് തന്നെ റബാദ കിട്ടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രവചനം എന്ന് പറയുന്നത്. മറ്റൊരാൾ എന്ന് പറയുന്നത് മിച്ചൽ സ്റ്റാർക്കാണ്. KKRന് വേണ്ടി കഴിഞ്ഞ വർഷം കളിച്ച മിച്ചൽ സ്റ്റാർക്ക് 24.75 കോടി രൂപയ്ക്കാണ് കഴിഞ്ഞ വർഷം മിച്ചൽ സ്റ്റാർക്കിനെ KKR സ്വന്തമാക്കിയത്. ആ വിലയ്ക്കൊന്നും ഈ വർഷം മിച്ചൽ സ്റ്റാർക്ക് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അവർക്ക് KKRന് അദ്ദേഹത്തിന് വേണ്ടി RTM ഉപയോഗിക്കാനും സാധിക്കില്ല. കാരണം ഓൾറെഡി അവർ 5 ക്യാപ്ഡ് താരങ്ങളെ നിലനിർത്തിയിരിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് RTM ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ മിച്ചൽ സ്റ്റാർക്ക് ഏത് ടീമിലേക്ക് പോകും? മിച്ചൽ സ്റ്റാർക്കിന് വേണ്ടിയും ഒരു നല്ല ബിഡിംഗ് ഉണ്ടാവും. ഫാസ്റ്റ് ബോളേഴ്സിന്, ഈ ഫോറിൻ ഫാസ്റ്റ് ബോളേഴ്സിന് ആവശ്യമുള്ള ടീമുകൾ എല്ലാവരും തമ്മിൽ ഒരു നല്ല ബിഡിംഗ് വാർ ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി മറ്റൊരാളെന്ന് പറയുന്നത് ഇംഗ്ലീഷ് ബാറ്റർ ആയിട്ടുള്ള ലിയാം ലിവിങ്സ്റ്റൺ ആണ്. മിഡിൽ ഓർഡറിൽ നല്ല ഒരു ആക്രമണകാരിയായിട്ടുള്ള ഒരു ബാറ്റർ ആയതുകൊണ്ട് അദ്ദേഹത്തിനും ആവശ്യക്കാരുണ്ടാവും. അദ്ദേഹവും കഴിഞ്ഞ വർഷം പഞ്ചാബിന്റെ താരമായിരുന്നു. അദ്ദേഹത്തിനെ മേബി RTM ഉപയോഗിച്ച് സ്വന്തമാക്കാൻ അവർക്ക് സാധിക്കും. കാരണം അവർക്ക് 4 RTM ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ 2 താരങ്ങളുടെ പേരാണ് ഇതിനു മുമ്പ് പറഞ്ഞു, ഒന്ന് റബാദയും ഒന്ന് അർഷദീപ് സിംഗും. അപ്പോൾ ലിവിങ്സ്റ്റണ് വേണമെങ്കിൽ ആ ടീമിലേക്ക് തന്നെ പോകാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അവർ നിലനിർത്താൻ സാധ്യതയുള്ള താരങ്ങളിൽപ്പെട്ട ഒരാളാണ് ലിവിങ്സ്റ്റൺ എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്. മറ്റൊരാളെന്ന് പറയുന്നത് ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഡേവിഡ് മില്ലറാണ്. ഡേവിഡ് മില്ലറിനെ RTM ഉപയോഗിച്ച് വേണമെങ്കിൽ സ്വന്തമാക്കാനായിട്ട് GTക്ക് സാധിക്കും. പക്ഷേ അവിടെ മുഹമ്മദ് ഷമി വേണമോ അതോ മില്ലർ വേണമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. കാരണം അവർക്ക് ഒരേ ഒരു RTM മാത്രമാണുള്ളത്. അപ്പോൾ ആർക്ക് വേണ്ടിയായിരിക്കും? ഷമിക്ക് വേണ്ടിയായിരിക്കുമോ മില്ലർക്ക് വേണ്ടിയായിരിക്കുമോ അവർ RTM യൂസ് ചെയ്യാൻ പോകുന്നത്? മില്ലർ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഈ മുംബൈ ഇന്ത്യൻസിനെയൊക്കെ പോലെ മിഡിൽ ഓർഡറിൽ ഒരു നല്ല ഒരു ഹാർഡ് ഹിറ്ററിനെ ആവശ്യമുള്ള ഒരു ടീം അദ്ദേഹത്തിന് വേണ്ടി ഓപ്ഷനിൽ പോകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡേവിഡ് മില്ലറും നല്ല ഒരു ബിഡിങ്ങിലേക്ക് പോകാനുള്ള സാധ്യതയുള്ള ഒരു താരമാണ്.
മറ്റൊരാളെന്ന് പറയുന്ന RRന് വേണ്ടി കഴിഞ്ഞ വർഷം നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ച ട്രെന്റ് ബോൾട്ട് ആണ്. RR ആയതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയുന്നില്ല, RTM ഇല്ല അവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രെന്റ് ബോൾട്ടിനെയും ഒരു ഫോറിൻ ഫാസ്റ്റ് ബോളർ എന്നുള്ള രീതിയിൽ നമ്മൾ റബാദയുടെയും മിച്ചൽ സ്റ്റാർക്കിന്റെ ഒക്കെ പേര് പറഞ്ഞതുപോലെ തന്നെ ഇദ്ദേഹത്തിനെയും അതുപോലെ തന്നെ നല്ലൊരു ബിഡിംഗ് വാറിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരാളാണ് ട്രെന്റ് ബോൾട്ട് എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ രവി അശ്വിൻ, നമുക്കറിയാം രവിചന്ദ്രൻ അശ്വിൻ എന്ന് പറയുന്നത് അതും RR ആണ്. എഗെയിൻ RTM ഇല്ല. അദ്ദേഹത്തിനെയും പല ടീമുകളും സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കും. അദ്ദേഹം ഒരു വലിയ വിലയ്ക്ക് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇനി ഇഷാൻ കിഷൻ എന്ന് പറയുന്ന മുംബൈയുടെ കഴിഞ്ഞ വർഷത്തെ വിക്കറ്റ് കീപ്പറാണ്. അദ്ദേഹം മുംബൈ ഇന്ത്യൻസിന്റെ താരമായിരുന്നു. പക്ഷേ മുംബൈ ഇന്ത്യൻസിന് അദ്ദേഹത്തിന് വേണ്ടി RTM ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. ഓൾറെഡി 5 ക്യാപ്ഡ് താരങ്ങളെ നിലനിർത്തിയിരിക്കുന്നതുകൊണ്ട് മുംബൈക്ക് ഡെഫിനറ്റ് ആയിട്ടും ബിഡിങ്ങിൽ പോയതിനു ശേഷം, അതായത് ഓപ്ഷനിൽ പോയി ലേലത്തിൽ വേണമെങ്കിൽ വിളിച്ചെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം മുംബൈയുടെ പേഴ്സ് എന്ന് പറയുന്ന ആകെ 45 കോടി രൂപ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഇഷാൻ കിഷന് 10 കോടിയോ അല്ലെങ്കിൽ 15 കോടിക്കൊക്കെ പോകാൻ സാധ്യതയുള്ള ഒരു താരമാണ്. കാരണം ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പിന്നെ ഒരു ഓപ്പണിംഗ്, നല്ലൊരു ഡാഷിംഗ് ഓപ്പണറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം നല്ല വിലയ്ക്ക് പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നതുകൊണ്ട് തന്നെ മുംബൈക്ക് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് ഈസി അല്ല അദ്ദേഹത്തിന്. പക്ഷേ മുംബൈയുടെ ഒരു സ്ട്രാറ്റജി അതിന് പകരം ഏതെങ്കിലും ഒരു ഫോറിൻ വിക്കറ്റ് കീപ്പറിനെ വേണമെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കുമെന്നുള്ളതുകൊണ്ട് തന്നെ പോകാനുള്ള സാധ്യതയില്ല. പക്ഷേ കഴിഞ്ഞ ഒരു ഓപ്ഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 14-15 കോടിക്കാണ് മുംബൈ അദ്ദേഹത്തിനെ തിരിച്ചെടുത്തതെന്നും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇഷാൻ കിഷൻ നല്ലൊരു ബിഡിംഗ് വാറിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു താരമാണ്. ഇനിയും ഒരുപാട് ഫിൽ സോൾട്ടിനെയും ക്വിന്റൻ ഡീകോക്കിനെയൊക്കെ പോലെയുള്ള ഒരുപാട് താരങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നമ്മുടെ ഈ സമയം തികയില്ല. ഒരുപാട് സമയം നമ്മൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രധാനപ്പെട്ട താരങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൽ കുറച്ച് എനിക്ക് മനസ്സിൽ തോന്നുന്ന താരങ്ങൾ ഏതൊക്കെ ടീമിലേക്ക് പോകാനുള്ള സാധ്യതയാണ്, RTM അവർക്ക് വേണ്ടി ഉപയോഗിക്കുമോ അതോ മറ്റുള്ള ടീമുകളിലേക്ക് പോകുമോ എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഏതൊക്കെ ടീമിലേക്ക് പോകുമെന്നുള്ളതിൻ്റെ ഒരു പ്രഡിക്ഷൻ ദയവ് ചെയ്ത് ഇതിൻ്റെ താഴെ കുറിക്കുക. നമുക്കും അറിയാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തർ എങ്ങനെയാണ് ഇതിനെപ്പറ്റി തിങ്ക് ചെയ്യുന്നതെന്ന് എനിക്കും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.